ഹലോ ഹായ് കൂട്ടുകാരെ, നമുക്ക് പൊന്നാങ്കണ്ണി ചീര തോരൻ വയ്ക്കാമേ. പൊന്നാങ്കണ്ണി ചീര പറിച്ച് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് അരിഞ്ഞെടുത്ത് തോരൻ വയ്ക്കാം. ഈ പൊന്നാങ്കണ്ണി ചീരയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. കണ്ണിന് കാഴ്ച കുറവുള്ളവർക്ക് കാഴ്ച കിട്ടും ഒക്കെ പറയുന്നു. അപ്പം നമുക്ക് ഈ പൊന്നാങ്കണ്ണി ചീര തോരൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് ചീര അരിഞ്ഞെടുക്കാം. എല്ലാം കൂടെ വാരി പിടിച്ച് അരിഞ്ഞെടുക്കാമേ. ചെറുതായിട്ട് ഈ പൊന്നാങ്കണ്ണി ചീര നല്ല രുചിയും ഗുണവും ഉണ്ട്. എല്ലാവരും പൊന്നാങ്കണ്ണി ചീര നട്ട് വളർത്തി അത് തോരൻ വെച്ച് കഴിക്കണം. ഞാൻ ഇതിൻ്റെ തണ്ട് എടുക്കില്ല. തണ്ട് ഭയങ്കര കട്ടിയാണ്. തണ്ടിന് അരിഞ്ഞാലും വേവാനും പാടാണ്. ഇല മാത്രമായിട്ട് എടുത്തെടുക്കും. ഇല വാരി പിടിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പം ചീര പോലെ അല്ല, ഇലയ്ക്കും കുറച്ച് കട്ടിയുള്ള ഇലയാണ്. അതുപോലെ രുചിയുണ്ട്. ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല, നല്ല രുചി തന്നെയാണ്. പിന്നെ ഇതെല്ലാം അരിഞ്ഞെടുക്കട്ടെ. അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ നല്ല രീതിയിൽ ചീര അരിഞ്ഞ് വെച്ച് ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് തോരൻ വയ്ക്കാം, അരച്ചിടാം. നമുക്ക് ചീരയ്ക്ക് അരച്ചെടുക്കാമേ. അതായത് ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം. ഇത് കാന്താരി മുളകാണ്, എൻ്റെ മുളകിൽ നിന്ന് പറിച്ചെടുത്തതാണ്. ഇത് തേങ്ങ. നമുക്ക് ഇത്രയും കൂടെ ചതച്ച് എടുക്കാം. അങ്ങനെ അതാ ചതച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. തേങ്ങ ഒരുപാട് അരഞ്ഞു പോകാതെ ഒന്ന് ചതച്ചെടുത്തതാണേ. നമുക്കിത് ഈ ചീരയിലോട്ട് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്നതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ശകലം ഉപ്പും കൂടെ ഇടാൻ ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കൈ കൊണ്ട് തന്നെ ഇളക്കാം. നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. തോരൻ വയ്ക്കാൻ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ചട്ടിയിലെ വെള്ളം വറ്റുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെള്ളം ഒന്ന് വാർത്ത് കളഞ്ഞതാണേ. വെള്ളം വറ്റിയിട്ടുണ്ട്. ശകല എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. ഞാൻ കടുകിടൂലേ, ഇലയ്ക്കൊന്നും എനിക്ക് കടുകിടുന്നത് ഇഷ്ടമല്ല. കടുകിടൂല. എണ്ണ ചൂടാക്കി അതിനകത്തോട്ട് വാരിട്ട് കൊടുക്കുകയുള്ളൂ. ഇടാം. നമുക്ക് എല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കാണാൻ തന്നെ എന്താ ഭംഗിയാണ് നോക്കിയാൽ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ്. ഈ പൊന്നാങ്കണ്ണി ചീരയ്ക്ക് ജീരകവും മഞ്ഞൾപ്പൊടി എല്ലാം ചേരും. നമ്മൾ സാധാരണ ചീരയ്ക്ക് ജീരകം ചേരില്ല. നമ്മൾ പച്ചച്ചീരയും ചുമന്ന ചീരയ്ക്കൊന്നും ജീരകം ചേരില്ല. ജീരകത്തിൻ്റെ ഒരു ചെവ വരും. പക്ഷെ മുരിങ്ങയില, ഈ പൊന്നാങ്കണ്ണി ചീര, ഇങ്ങനെയുള്ള മൈസൂർ ചീര, ആ ചീരകൾക്കൊക്കെ ജീരകം ചേരും. അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് പിന്നീട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചീരയ്ക്ക് കുറച്ച് വേവുണ്ട്. ഇതിൻ്റെ ഇലയ്ക്ക് കുറച്ച് കട്ടിയുള്ള ഇലയാണ്. അതുകൊണ്ട് കുറച്ച് വേവുണ്ട് ഇതിന്. മറ്റുള്ള ചീരകളെ കണക്കല്ല, കുറച്ച് വേവ് കൂടുതലാണ് ഈ ചീരയ്ക്ക്. അപ്പോൾ ഇത് പിന്നെ അടച്ച് വെച്ചെന്ന് പറഞ്ഞ് കുഴപ്പമില്ല. അടച്ച് വെള്ളം അതിനകത്ത് വീണാലും അതവിടെ ഇരുന്ന് വെന്തോളും. കുഴകുഴാന്നാവില്ല, ഇലയ്ക്ക് കട്ടിയുള്ളതുകൊണ്ട്. ഇന്ന് രാവിലെ മാവിൻ്റെ മൂട്ടിൽ നിന്ന് കിട്ടിയ മാങ്ങയാണേ.
ഇത് കൊള്ളാമോ എന്നറിയാൻ വയ്യ. ചിലപ്പം നല്ലതായിരിക്കും, ചിലത് പുഴുവായിരിക്കും. അങ്ങനെ മണ്ണിൽ നിന്ന് പഴുത്ത് വീണതായതുകൊണ്ട്. ഒരു പുഴുക്കേട് പോലെ ഉണ്ട്. ചില മാങ്ങ നല്ല മാങ്ങ ഒരു പുഴുക്കേടും കാണുന്നില്ല. നോക്കാൻ കണ്ടിച്ച്. ഇത് രാവിലെ നമുക്ക് അപ്പത്തിനുണ്ടാക്കിയ ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ ഇത്രയും ചമ്മന്തിപ്പൊടി ബാലൻസ് ഉണ്ട്. നമുക്ക് അതും കൂടെ ഈ ചീരയിൽ ഇട്ട് കൊടുക്കാം. ഇത് മുളക് പൊടിയും ഉള്ളിയും പിന്നെ തേങ്ങയും ഉപ്പും മാത്രമല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല, നമുക്ക് ഈ ചീരയിലും കിടന്നോളും. അല്ലെങ്കിൽ അതെല്ലാം കൂടെ ഇട്ട് കളയണ്ടേ. അങ്ങനെ ചീര തീ നമുക്ക് കുറച്ച് വെച്ച് തോത്തിയെടുക്കാം. നല്ല അടിപൊളി തോരനാണ്. എല്ലാവരും പൊന്നാങ്കണ്ണി ചീര നട്ട് വളർത്തി തോരൻ വെച്ച് കൂട്ടണേ. നല്ലതാണ്, കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊക്കെ നല്ലതാണ്. എൻ്റെ കൂട്ടുകാരി എനിക്കൊരു തൈ തന്നതാണ്. അതിപ്പം നട്ട് ശരിക്ക് പടർന്ന് ചെറിയൊരു തണ്ട് മതി, അത് കൊണ്ട് നട്ടാൽ മതി. അതിൽ നിന്ന് പൊട്ടിക്കിളിച്ച് ഒരുപാടാവും. നല്ല തോരനാണ്. വെന്തിട്ടില്ല, ഇത്തിരി കൂടെ വേവട്ടെ. അങ്ങനെ തോരനായിട്ടുണ്ട്. നല്ല അടിപൊളി തോരൻ, നല്ല ടേസ്റ്റുണ്ട്. അതേപോലെ ഗുണമാണ്. എല്ലാവരും പൊന്നാങ്കണ്ണി ചീര നട്ട് വളർത്തി ഇതുപോലെ തോരൻ വെച്ച് കഴിക്കണം. നല്ല അടിപൊളി ടേസ്റ്റുണ്ട്. അപ്പം തോരനായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പം ഇഷ്ടപ്പെട്ടു. ഇന്ന് തീയലാണ് വയ്ക്കുന്നത്. അതേ കറിയായിട്ട് മീനൊന്നും കിട്ടിയില്ല. തീയലാണ് വയ്ക്കുന്നത്. തീയലിൻ്റെ വീഡിയോ ഞാൻ ഇന്നാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അത് കയറി കാണണേ. അതുകൊണ്ട് ഞാൻ തീയൽ വയ്ക്കുന്ന വീഡിയോ ഇടുന്നില്ല. ഇന്നത്തെ നമ്മളുടെ ഉച്ചയൂണ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇതാ ചോറ്, ഇത് നമ്മൾ പൊന്നാങ്കണ്ണി ചീര തോരൻ, ഇത് നാരങ്ങ കറിയാണേ. നാരങ്ങ ഒടിച്ചൂത്തി നാരങ്ങ എന്നൊക്കെ പറഞ്ഞാൽ ഓണത്തിനൊക്കെ കറി വയ്ക്കണ നാരങ്ങ ഉണ്ടല്ലോ, മഞ്ഞ കളറുള്ള ആ നാരങ്ങ കറി വെച്ചതാണ്. ഇത് തീയൽ. പിന്നെ ഇത് ഇന്നലെ വെച്ച മീൻ്റെ ബാലൻസ് മീൻ കറിയാണ്. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ ഊണ് ഇതൊക്കെയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. താങ്ക് യു.